ഹലോ, ഇന്നൊരു പാസ്ത റെസിപ്പി കണ്ടാലോ. അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂണും 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവറും ഓയിലും ഒഴിച്ച് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം 1 കപ്പ് പാസ്ത ഇട്ട് ഇളക്കി മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. 7 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് വേവിക്കണം. ഇപ്പോൾ പാസ്ത വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഊറ്റിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയെല്ലാം ചേർത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് സ്ക്വയറിൽ കട്ട് ചെയ്ത് വെച്ച ഒരു സവാള, ക്യാപ്സിക്കം എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഒരു കാരണവശാലും ഫ്ലെയിം കുറച്ച് വയ്ക്കരുത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം ഉണ്ടാക്കാനായിട്ട്. ക്യാപ്സിക്കവും സവാളയും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് തിളച്ച് വരുമ്പോഴേക്കും 1/4 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്ത് ഈ മിക്സിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിച്ചു കൊടുക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്കിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഗ്രീൻ പാർട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും ഈവനിങ് സ്നാക്സ് ആയിട്ടായാലും കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം കേട്ടോ.